ഡിവൈൻ ബാങ്കറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമ്മൾ തുടർമാനമായി ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജീവനെ നേടുക എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നത്. ഇന്ന് അതിനോടുള്ള ബന്ധത്തിൽ നിത്യജീവനെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനെയും കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകാൽ വളരെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് കർത്താവിൻ്റെ വരവ് എന്നുള്ളത്. നമുക്ക് ആ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കർത്താവിനെ നമുക്ക് ഇടയാക്കട്ടെ. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവവചനം ശ്രവിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 25-ാമത് വാക്യം നാം കഴിഞ്ഞ ആഴ്ച വായിക്കുകയും അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഈ ലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ കണ്ടെത്തും എന്ന് കർത്താവ് പറയുകയാണ്. തൻ്റെ ജീവനെ ഈ ലോകത്തിൽ പകയ്ക്കുകയും തനിക്ക് വേണ്ടി ജീവിക്കാതെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി ജീവിക്കുന്ന ഒരുവൻ നിത്യതയിൽ ചെല്ലുമ്പോൾ താൻ ഈ ഭൂമിയിൽ ഒന്നും നഷ്ടമാക്കിയിട്ടില്ലെന്നും വരുവാനുള്ളൊരു ജീവിതത്തിൽ താൻ ചിലത് കൈവശമാക്കുവാൻ പോവുകയാണെന്നും ഉള്ള തിരിച്ചറിവിൽ സന്തോഷിക്കും എന്നുള്ളതാണ് കർത്താവ് ഓർപ്പിക്കുന്നത്. ഇക്കാര്യം പറയുമ്പോൾ നാം ചിന്തിക്കേണ്ടുന്നതായ ഒരു വസ്തുതയുണ്ട്. ഒരു ദൈവ പൈതലിന് നഷ്ടം വരുത്താൻ ആർക്കും കഴിയത്തില്ല. ഒന്നുകൂടി പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു ദൈവ പൈതൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു തരത്തിലും ഒരു നഷ്ടവും വരുത്തുവാൻ ആർക്കും കഴിയത്തില്ല. അത് ഭൗതികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, ശാരീരികമാകട്ടെ, ആത്മീകമാകട്ടെ, മാനസികമാകട്ടെ, ഒരു മനുഷ്യൻ ഏർപ്പെടുന്ന ഒരു തുറകളിലും ഒരു ദൈവ പൈതലിന് നഷ്ടം വരുത്താൻ ആർക്കും കഴിയത്തില്ല. ഇത് പത്രോസ് വളരെ അസന്ധിഗ്ധമായിട്ട് തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ യേശുവിനെ കർത്താവായി കൈക്കൊണ്ട ഒരുവൻ, നിങ്ങൾ ദൈവഭക്തിയോട് ജീവിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ദോഷം വരുത്താൻ ആർക്ക് കഴിയും? ഇവിടെ ഈ ദോഷം വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ലോകത്തിൽ വരുന്ന ദോഷങ്ങളെ കുറിച്ചല്ല കേട്ടോ, ഈ ലോകത്തിൽ വരുന്ന കഷ്ടതകളെ കുറിച്ചുമല്ല. പിന്നെ എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? ഈ ലോകത്തിൽ വരുന്ന ഏതൊരു കഷ്ടങ്ങളും ഏതൊരു പ്രതിസന്ധികളും സുവിശേഷ നിമിത്തവും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ നാം ധരിച്ചതും ഏറ്റുപറഞ്ഞ നിമിത്തമായി ഉണ്ടാകുന്ന സകല വിധത്തിലുള്ള പ്രതികൂലങ്ങളും നമുക്ക് പ്രതിഫലവും തേജസ്സും മഹത്വവും വർദ്ധിപ്പിക്കുന്ന, അതിന് ഉതകുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുക. ഈ റോമാലേഖനത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നൊരു പദം. ആ കൂടി വ്യാപരിക്കുക നാം ഒരിക്കലും അത് ചിന്തിച്ചതാണ്. അതൊരു ഗ്രീക്ക് പദമാണ്, സുനർഗയോ എന്നൊരു പദമാണ്. സുനർഗയോ, ആ സുനർഗയോ എന്നുള്ള പദത്തിന് കൂട്ടുപ്രവർത്തകരായി പ്രവർത്തിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ പൗലോസ് അവിടെ പറയുന്നത്, ഒരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തിൽ അവൻ്റെ ജീവിതത്തിൽ വരുന്ന സകലവിധ അനുഭവങ്ങളും, അത് സുവിശേഷ നിമിത്തമുള്ള കഷ്ടതയായിരിക്കാം, ഉപദ്രവങ്ങളായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, അത് അവനെ അവൻ്റെ ഡെസ്റ്റിനിയിലേക്ക് എത്തിക്കുവാനുള്ള കൂട്ടുപ്രവർത്തകരാണ്. അവർ സഹായിക്കാൻ എത്തിയവരാണ്, അല്ലാതെ ഒരിക്കലും നഷ്ടം വരുത്തുവാൻ എത്തിയവരല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമനിമിത്തമുള്ള സകല കഷ്ടങ്ങളും അപമാനങ്ങളും നിന്ദകളും പരിശോധനകളും എല്ലാം തേജസ്സിന്മേൽ തേജസ് നമുക്ക് വെളിപ്പെടുത്തേണ്ടതിന് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന എന്നുള്ള ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. ദൈവം നമുക്കത് വെച്ചിരിക്കുന്നു. ആ തിരിച്ചറിവോടെ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർക്കാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ നോക്കി പാർക്കേണ്ടത്, ആ നോക്കി പാർക്കുക എന്നുള്ള പദം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നിൽ തന്നെ മനസ്സിനെ കേന്ദ്രീകരിച്ച് അതിനുവേണ്ടി മാത്രമായിട്ട് ഒരുവൻ കാത്തിരിക്കുക, അതാണ് ഈ നോക്കി പാർക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഒരു ദൈവപൈതൽ നോക്കി പാർക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചാണ്. നീ യഥാർത്ഥമായി ദൈവഭക്തിയിലും ഔവണ്ണം തന്നെ മാനസാന്തര അനുഭവത്തിലും ജീവിക്കുന്ന ഒരു നല്ല ശിഷ്യത്വ മനോഭാവമുള്ള ദൈവകൃപയുടെ നല്ലൊരു ഗൃഹവിചാരകൻ, അതാരായിക്കൊള്ളട്ടെ, ആ വ്യക്തിയുടെ ഏറ്റവും വലിയ വാഞ്ച തൻ്റെ യജമാനൻ, തൻ്റെ കർത്താവ് മടങ്ങി വരുമെന്നുള്ളത്. നമ്മൾ ഈ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പം പരീക്ഷ എഴുതിയിട്ടുണ്ടല്ലോ.
ഈ ഓണപരീക്ഷയാകാം, ക്രിസ്മസ് പരീക്ഷയാകാം. ഈ പരീക്ഷ കഴിഞ്ഞ് അവധിയൊക്കെ കഴിഞ്ഞ് വീണ്ടും സ്കൂളിലേക്ക് പോകുമ്പോൾ ചങ്കിടിപ്പോടെയാണ് പോകുന്നത്. അതിന് കാരണം നമ്മൾ എഴുതിയ പരീക്ഷയുടെ മാർക്ക് അടുത്ത ദിവസങ്ങളിൽ ലഭിക്കും. ഈ പരീക്ഷാഫലം അറിയും എന്നുള്ളത് നമ്മളെ വളരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും ആയിരിക്കണമെന്നില്ല. ചില കുട്ടികൾ വളരെ ഉത്സാഹത്തോടെ ടീച്ചറിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. അവരെ കാണുമ്പോൾ മറ്റുള്ളവർ ചോദിക്കുന്നു, നിനക്ക് മാത്രം എന്താ എത്ര സന്തോഷം, ഞങ്ങൾ വല്ല ഭയത്തോടെ ആയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പം നന്നായി എഴുതിയവർ പ്രാഗൽഭ്യത്തോടെ അവർ കാത്തിരിക്കുക തങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ളതിന്. അവർ ടീച്ചർ വരാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. എന്നാൽ മറ്റു ചിലർ അതിനകത്തുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നത് ടീച്ചർ വരരുത്, വന്നു കഴിഞ്ഞാൽ അതെനിക്ക് പ്രോബ്ലമാണ്. കാരണം അവനറിയാം അവൻ എഴുതിയിട്ടില്ല വേണ്ടുമെന്ന്. വാസ്തവത്തിൽ കർത്താവിൻ്റെ വരവും സംബന്ധിച്ചും ഒരു വിശ്വാസിയുടെ മനോഭാവം ഏതാണ്ട് ഇതുപോലൊക്കെയാണ്. നാം നല്ല വേല തികച്ചവരാണെങ്കിൽ, നാം ഈ ലോക ജീവിതത്തിൽ കർത്താവിനെ പ്രസാദിപ്പിച്ചവരാണെങ്കിൽ, കർത്താവിനെ അനുസരിക്കുന്നതിൽ നമ്മൾ അങ്ങ് ഡിലൈറ്റ് ചെയ്തവരാണെങ്കിൽ, തീർച്ചയായിട്ടും യേശു കർത്താവിൻ്റെ വരവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നത്. നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കാമോ, കർത്താവായ യേശു ക്രിസ്തു വരുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുകയും ഞങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യം അതിനെക്കുറിച്ച് പറയുന്നു, ആ സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ കാര്യമായ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നാണ് ഈ ബൈബിള് വായിച്ചാൽ, വചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. എനിവേ, നമുക്ക് ചിന്തിക്കാം. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണം. അതിനു മുമ്പ് തന്നെ കർത്താവിൻ്റെ വരവിന് മുൻപ് നാം എന്താണ് ചെയ്യേണ്ടത്? അത് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവനെ പകയ്ക്കുക. ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. യോഹന്നാൻ 12:25 നമ്മൾ വായിച്ചത്. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇവിടെ തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ എന്ന് യേശു പറയുന്നത്, യേശുവിനേക്കാൾ കൂടുതൽ നമ്മുടെ ജീവനെ നാം സ്നേഹിക്കുന്നെങ്കിൽ നാം അതിനെ കളയും. വീണ്ടും കർത്താവ് പറയുന്നു, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി പകയ്ക്കുന്നവൻ അതിനെ കണ്ടെത്തും. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചല്ലോ, ഓരോ ദൈവ പൈതലും ഓരോ സുവിശേഷകനാണ്. ഒരു സുവിശേഷകന്റെ ദൗത്യം കർത്താവായ യേശുക്രിസ്തു സ്വന്തം രക്ഷിതാവാണെന്ന് ലോകത്തോട് പറയുകയും ആ രക്ഷിതാവായ കർത്താവിനെ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കുകയും അവനെ അതിനേക്ക് ആനയിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ലോകം ഏറ്റവും കൂടുതൽ അറിയേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച എൻ്റെ സമാധാനം, എൻ്റെ സന്തോഷം, ലോകത്തിനില്ലാത്ത ഒന്നാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ പ്രസംഗമല്ല ലോകം കേൾക്കുന്നത്, മറിച്ച് കർത്താവിനെ സ്വീകരിച്ചത് നിമിത്തം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട അവർക്കില്ലാത്ത സന്തോഷം, അവർക്കില്ലാത്ത സമാധാനം, അത് നമ്മുടെ മുഖത്ത് സ്ഫുരിക്കുന്നത് കണ്ടിട്ടാണ് അവർ കർത്താവിനെ അറിയേണ്ടത്. അല്ലാതെ നമ്മുടെ കേവലം പ്രസംഗം കേട്ടിട്ടേ അല്ല. പ്രൈസ് ഗോഡ്. ഇതാണ് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തി, സ്വന്തം ജീവനെ ത്യജിച്ച ഒരുവന് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അവനെ ആശിപ്പിക്കുന്നത്, അവനെ കാത്തിരിപ്പാൻ വാഞ്ച കൊടുക്കുന്നത് അവൻ്റെ കർത്താവിൻ്റെ മടങ്ങിവരവാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഇതൊരു പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ ഈ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ, ആനുകാലിക പ്രസക്തിയുള്ളൊരു കാര്യമായത്. കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് വേഗത്തിൽ സംഭവിക്കുന്നതാണ്. നിങ്ങൾ തിരുവചനം പഠിച്ചാൽ 1948 മുതൽ ഇങ്ങോട്ടുള്ള കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ വളരെ ത്വരിതമായിട്ടാണ് ലോകം മുമ്പോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 30 വർഷങ്ങൾ ലോകം വളരെ വേഗത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. ദാനിയേലിന്റെ പ്രവചനത്തിൽ ഇപ്രകാരം ഓർപ്പിക്കുന്നുണ്ട്, അനേകരുടെ ജ്ഞാനം വർദ്ധിക്കും, അത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്. ആ സമയങ്ങളിൽ കർത്താവ് വരും, അനേകരുടെ ജ്ഞാനം വർദ്ധിക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഈ കഴിഞ്ഞ വർഷങ്ങൾ ടെക്നോളജികളൊക്കെ ഒത്തിരി വർദ്ധിച്ചു. നാം ചിന്തിക്കുന്നതിലും അപ്പുറം ശാസ്ത്രം പല കാര്യങ്ങൾ അറ്റൈൻ ചെയ്തു.
നാം അത് കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ വിരൽത്തുമ്പിൽ ലോകവുമായി നിൽക്കുന്ന ഇന്റർനെറ്റ് മുതൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുതിയ പഠിപ്പിക്കലുകൾ, കണ്ടെത്തലുകൾ, ഇതെല്ലാം കർത്താവിൻ്റെ വരവിൻ്റെ അടയാളമാണെന്ന് പലപ്പോഴും നാം തിരിച്ചറിയുന്നില്ല. നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തു യഹൂദനോട് മാത്രമാണ് പറഞ്ഞത്, കർത്താവ് വരുന്ന നാളോ നാഴികയോ അവർക്കറിയുകയില്ലെന്ന്. യേശുക്രിസ്തു യഹൂദനോട് മാത്രമാണ് പറഞ്ഞത്, നിങ്ങൾക്ക് അത് മനസ്സിലാകത്തില്ലെന്ന്. കാരണം ആ കാലഘട്ടത്തിൽ ഉള്ള യഹൂദൻ അന്ന് അവർക്ക് നടുവിൽ വെളിപ്പെട്ട കർത്താവിനെ പോലും തിരിച്ചറിഞ്ഞവരല്ല. എന്നാൽ തിരുവചനത്തിൽ യഹൂദനോട് ദൈവം പറഞ്ഞത് ഒരിക്കലും സഭയോട് പറഞ്ഞിട്ടില്ല. തെസ്സലോനിക്ക ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ആ നാളും നാഴികയും അല്ലെങ്കിൽ സമയങ്ങളും കാലങ്ങളും അറിയാതിരിപ്പാൻ തക്കവണ്ണം നമ്മൾ ഇരുട്ടിലുള്ളവരല്ലെന്ന. ഒന്നുകൂടി പറഞ്ഞാൽ ദൈവസഭയ്ക്ക് അറിയാം എന്നാണ് കർത്താവ് വരുന്നതെന്ന്. നമ്മൾ വളരെ തെറ്റിദ്ധരിക്കുന്നൊരു വാക്യമുണ്ട് കേട്ടോ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അവിടെ ഇങ്ങനെയാ പറയുന്നത്, നാളും നാഴികയും അറിയായികൊണ്ട് ഉണർന്നിരിപ്പീൻ. ആ വാക്യം വളരെ ശ്രദ്ധിച്ചാൽ അതിനെ മൂലഭാഷയിൽ നമുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, അതാ ദിവസവും മണിക്കൂറും അറിയാത്തത് കൊണ്ട് ഉണർന്നിരിപ്പീനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു 24 മണിക്കൂറിൻ്റെ കാര്യമാണ് പറയുന്നത്, ഒരു ദിവസത്തിൻ്റെ കാര്യമാണ്. അത് ഏത് ദിവസമാണെന്നും ഏത് മണിക്കൂറാണെന്നും അറിയയില്ല, അതുകൊണ്ട് ഉണർന്നിരിക്കുക. അല്ലാതെ കാലങ്ങളെ സമയങ്ങളെ അറിയാത്തത് കൊണ്ട് ഉണർന്നിരിപ്പിൻ എന്ന് നമ്മോട് ദൈവവചനം പറയുന്നില്ല. കാലങ്ങളും സമയങ്ങളും അറിയാത്തത് കൊണ്ട് ഉണർന്നിരിപ്പിൻ എന്ന് യഹൂദനോടാണ് പറഞ്ഞത്. എന്നാൽ നമ്മോട് പറയുന്നത്, കാലങ്ങളും സമയങ്ങളും നിങ്ങൾ അറിയാതിരിക്കേണ്ടതിന് നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങൾക്ക് കാലങ്ങളും സമയങ്ങളും അറിയാം. ഒരു യഥാർത്ഥ ദൈവഭക്തന്, ദൈവത്തിൻ്റെ തിരുവചനം മനസ്സിലാക്കുന്നവന്, ആത്മനിറവിൽ നടക്കുന്നവന് തിരിച്ചറിയാം ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ കർത്താവ് വരുമെന്നുള്ളത്. ഇനി ലോക സംഭവങ്ങളിലേക്ക് നിങ്ങൾ നോക്കണം. ഞാൻ ഈ ലോക സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നത്തേൽ ചിന്തിക്കണം അടുത്ത ക്ലാസ്സുകളിൽ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, മത്തായിയുടെ സുവിശേഷം 24, അതുപോലെ മർക്കോസിൻ്റെ സുവിശേഷം 13, ലൂക്കോസിൻ്റെ സുവിശേഷം 21, ഈ 3 അധ്യായങ്ങളിലും വെളിപ്പാട് പുസ്തകത്തിലുമാണ് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്നത്. അന്നുള്ള സംഭവങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. തെസ്സലോനിക്ക ലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലും മറ്റിടങ്ങളിലുമൊക്കെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഓർപ്പിക്കുന്നെങ്കിലും അന്നുണ്ടാകുന്ന പർട്ടിക്കുലർ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഓർപ്പിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായവും മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായവും ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായവുമാണ്. അപ്പം ആ സംഭവങ്ങൾ പഠിച്ചാൽ ഇന്നത്തെ കാലഘട്ടവുമായിട്ട് ബന്ധിപ്പിച്ച് ആ അധ്യായങ്ങളെ പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഒരു പക്ഷേ ഇന്ന് കർത്താവിന് വരാം. കാരണം അത്രത്തോളം കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇനിയും മറ്റ് രാജ്യങ്ങളിലുള്ള പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന ദൈവഭൃത്യന്മാരും ഹീബ്രു ബൈബിളിനെ പഠിക്കുന്ന, ഗ്രീക്ക് ബൈബിളൊക്കെ പഠിക്കുന്ന ഇസ്രയേലിലും മറ്റുമുള്ള റബ്ബിമാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ദൈവദാസന്മാരുമൊക്കെ അവർ പറയുന്ന 2030 മുമ്പ് കർത്താവ് വരുമെന്ന്. കാരണം കാലക്കണക്കും പ്രവചനങ്ങളുടെ നിവൃത്തിയും ഒക്കെ വെച്ച് അവർ ചില റബ്ബിമാർ പറയുന്നത് 5 വർഷങ്ങൾ പോലും തികക്കത്തില്ല കർത്താവായ യേശുക്രിസ്തു വേഗത്തിൽ മടങ്ങി വരുമെന്ന്. അപ്പോൾ അത് അവർ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വചനത്തിൻ്റെ തെളിവിലാണ് നമ്മോട് അറിയിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. കർത്താവ് പറഞ്ഞില്ലേ മത്തായിയുടെ സുവിശേഷത്തിൽ, ഈ തലമുറ ഒഴിഞ്ഞു പോകും മുമ്പ് കർത്താവിൻ്റെ വരവ് സംഭവിക്കുമെന്ന്. ഏത് തലമുറയാണ് അത്? കർത്താവിടെ ഓർപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 12ഓളം കാര്യങ്ങൾ 2 ഇടങ്ങളിലായിട്ട് ലോക സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട്, ആ സംഭവങ്ങൾ കാണുന്ന ആ തലമുറ ഒഴിഞ്ഞു പോകുന്നതിന് മുമ്പ്, മറ്റൊരു തലമുറ വരുന്നതിന് മുമ്പ്
കർത്താവ് വരുമെന്ന് അസന്ദിഗ്ധമായ ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇത്രത്തോളം ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതപ്പെട്ട പ്രവചനങ്ങൾ നിവൃത്തിയായ ഒരു കാലഘട്ടം വേറെ ഇല്ല. ഒന്നുകൂടി പറഞ്ഞാൽ, ചില മാസങ്ങൾ പോലും തികച്ചില്ലാത്തതുപോലെ യേശു കർത്താവിൻ്റെ മടങ്ങിവരവ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ഇത്രത്തോളം സംഭവ വികാസങ്ങൾ പ്രവചന നിവൃത്തികളായി ദൈവവചനത്തിലുള്ളത് ഇവിടെ സംഭവിക്കുമ്പോഴും സഭ ഉറക്കത്തിലാണ്. കാരണം ദൈവവചനത്തിന് നിവൃത്തി വരേണ്ടത് ആവശ്യമുണ്ട്. വചനം പറയുന്നു, അർദ്ധരാത്രിയിൽ മണവാളൻ വന്നു. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്താണ്. അതിനുവേണ്ടി ഉണർന്നും ജാഗരിച്ചും ഇരിക്കുവാൻ ദൈവത്തിന്റെ തിരുവചനം നമ്മോട് ഓർപ്പിക്കുകയാണ്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, മത്തായി, മർക്കോസ്, ലൂക്കോസ്. മത്തായി 24, ലൂക്കോസ് 13, മർക്കോസ് 13, ലൂക്കോസ് 21. ഈ 3 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് യുദ്ധവും യുദ്ധശ്രുതികളും. മത്തായി 24 അധ്യായത്തിൽ അത് ഓർപ്പിക്കുന്നുണ്ട്. ആമേൻ. യുദ്ധവും യുദ്ധശ്രുതികൾ. ഇന്ന് ലോകം സമാധാനത്തിനായി ലോക നേതാക്കന്മാർ മറ്റ് കാലഘട്ടത്തിൽ ഇല്ലാത്തതുപോലെ സമവായ ചർച്ചകൾ ഏർപ്പെട്ടിരിക്കുക. ഇപ്പൊ ലോകത്തിന്റെ ഘടികാരം എന്നറിയപ്പെടുന്ന ഇസ്രയേൽ വിളിച്ചു പറയുന്നു, അർദ്ധരാത്രിയാകാൻ പോകുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ രാത്രി 12 മണി. ഒരു 11:59 നമ്മുടെ സൂചി നിൽക്കുന്നത്. 1 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ 12 മണിയാകും എന്നൊക്കെ പറയുന്നത് പോലെയാണ് കർത്താവിൻ്റെ വരവ്. ഇനി ഈ കർത്താവിൻ്റെ വരവ് എന്നുള്ള ആ പദത്തെ ദൈവമക്കൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ദൈവമക്കൾ തെറ്റിദ്ധരിച്ച 2 പദമാണ്. അതിലൊന്നാണ് കർത്താവിൻ്റെ വരവ്, 2 കർത്താവിൻ്റെ നാള്. ഈ 2 പദത്തെയും ദൈവവചന നിശ്ചയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ കർത്താവിൻ്റെ 2ാം വരവ് എന്ന് പറയുന്ന ഒരിക്കലും സഭയുടെ ഉൾപ്രാവണമല്ല. കർത്താവ് മധ്യാകാശത്തിൽ വരികയും വിശുദ്ധന്മാർ എടുക്കപ്പെടുകയും ചെയ്യുന്നത് 2ാം വരവല്ല. അത് റാപ്ചർ അഥവാ ഉൾപ്രാവണത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷം ഈ വിശുദ്ധന്മാരുമൊത്ത് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ മടങ്ങി വരുന്നതിനെ കുറിച്ചാണ് 2ാം വരവ് എന്ന് ഓർപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ നാൾ, വലുതും ഭയങ്കരവുമായ നാൾ എന്നൊക്കെ പറയുന്നത് യേശുക്രിസ്തു മടങ്ങി വരുന്ന ദിവസത്തെക്കുറിച്ചല്ല, മറിച്ച് കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്ത് വന്ന് വിശുദ്ധന്മാരെ തൻ്റെ പക്കൽ ചേർത്ത് അതിനുശേഷമുള്ള 7 വർഷങ്ങൾ, ആ 7 വർഷത്തെ കാലഘട്ടത്തെക്കുറിച്ചും അതിൻ്റെ അന്ത്യത്തിൽ അവിടെ നടക്കുന്ന ചില പ്രത്യേക സംഭവങ്ങളെക്കുറിച്ച് ഉദ്ധരിച്ചുകൊണ്ടാണ് കർത്താവിൻ്റെ നാൾ എന്നുള്ള പദം ഓർപ്പിക്കുന്നത്. അതൊരു ദിവസത്തെക്കുറിച്ചല്ല, മറിച്ച് ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ്. അപ്പം നമുക്ക് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും ചിന്തിക്കുന്നത്, വളരെ ലളിതമായി ചിന്തിക്കുന്നത്, ആത്മീയമായി നമ്മുടെ ഉണർവിന്, ഒരുക്കത്തിന് പ്രയോജനമാകുമെന്ന് ഞാൻ കർത്താവിൽ പ്രത്യാശിക്കുക. അപ്പം നമുക്കതിനായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ 3 സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അടയാളങ്ങൾ അതെന്താണെന്ന് വേഗത്തിൽ ചിന്തിച്ച് ഇന്ന് നമുക്ക് അവസാനിപ്പിക്കുവാൻ ദൈവം കൃപ തരട്ടെ. ഒന്നാമത് പറഞ്ഞ യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, അതിനെക്കുറിച്ച് നിങ്ങൾ കേൾക്കും. ഈ ഇസ്രയേലിന്റെ തലസ്ഥാനം യെരൂശലേമായിരുന്നു. യെരൂശലേം എന്നുള്ള പദം, അത് 2 പദങ്ങൾ ഒന്നിച്ച് ചേർത്തതാണ്. സമാധാനത്തിന് താഴ്വര എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ലോകത്ത് ഒരിക്കലും സമാധാനം കിട്ടാത്ത, ഇത്രത്തോളം യുദ്ധങ്ങൾ നടന്ന മറ്റൊരു സ്ഥലം വേറെയില്ല. ഇപ്പോഴും യുദ്ധങ്ങൾ നടക്കുന്ന മറ്റൊരു സ്ഥലം വേറെയില്ല. യെരൂശലേം, സമാധാനത്തിന്റെ താഴ്വര. യെബൂസിൻ്റെതായിരുന്ന ഒരു നഗരം ദാവീദ് പിടിച്ചെടുത്തു. അതിന് ദാവീദിന്റെ നഗരമെന്ന് പേരിട്ടു. പിന്നത്തേതിൽ അവിടെ ദൈവത്തിന്റെ പെട്ടകം വെച്ചു, അതിന് യെരൂശലേം എന്ന് പേരിട്ടു. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ശമൂവേലിന്റെ പുസ്തകത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും. എന്നാൽ ഈ യെരൂശലേം
ഏതാണ്ട് 2000-ൽ പരം വർഷമായിട്ട് യഹൂദൻ്റെ കയ്യിലല്ല. അതിപ്പോഴും യഹൂദൻ്റെ രാജ്യത്തിൻ്റെ തലസ്ഥാനമല്ല. എന്നാൽ തിരുവചനത്തിലെ പ്രവചനമനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഈ വരുന്ന 1.5 വർഷങ്ങൾക്കകത്ത് യെരൂശലേം വീണ്ടും യഹൂദൻ്റെ തലസ്ഥാനമായി മാറ്റപ്പെടും. നിങ്ങൾക്കറിയാമല്ലോ, USA ഇലക്റ്റഡ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹം 2ാം പ്രാവശ്യമാണ് തൻ്റെ അധികാര സ്ഥാനത്ത് വരുന്നത്. അപ്പം ആദ്യ അധികാര സ്ഥാനത്ത് വന്ന സമയത്ത് അദ്ദേഹം യെരൂശലേമിനെ ഇസ്രയേലിൻ്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചു. എന്നാൽ എല്ലാ രാജ്യങ്ങളും അത് അംഗീകരിച്ചില്ല. അങ്ങനെ ഒരു ചരിത്ര നിമിഷം വന്നത് 2000-ൽ പരം വർഷത്തിന് ശേഷമാണ്. ലോകത്തിൽ സകല മത നേതാക്കന്മാരും ഒന്നിച്ച് ചർച്ച ചെയ്ത് സമവായ ചർച്ചകൾക്കൊന്നും കഴിയാത്ത കാര്യമാണ് ട്രംപ് ചെയ്തത്. അതിനുശേഷം 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ട്രംപ് അധികാരത്തിൽ വരുവാനിടയായി തീർന്നു. ഈ ട്രംപിൻ്റെ ഈ പ്രസിഡൻഷ്യൽ പദവി ഇസ്രയേലിൻ്റെ തളിർപ്പും സംബന്ധിച്ച് ഒരു ബിബ്ലിക്കൽ പ്രോഫസിയുണ്ട്. നമ്മളതിനെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കുവാനിടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഒന്നുകൂടി പറഞ്ഞാൽ, തിരുവചനം നന്നായി പഠിച്ചാൽ ട്രംപിൻ്റെ 2ാമത്തെ ഈ കാലയളവ് അവസാനിക്കുന്നതിന് മുൻപ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ മനുഷ്യ രാശിയെ മുഴുവൻ ബാധിക്കുന്ന, സഭയെ ബാധിക്കുന്ന, ഇസ്രയേലിനെ ബാധിക്കുന്ന ഈ 3 സംഭവങ്ങൾ നടന്നിരിക്കും എന്നുള്ളത് ദൈവശാസ്ത്രം പഠിക്കുന്ന, പ്രവചനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സകല ദൈവദാസന്മാരും ഒന്നിച്ച് സമ്മതിക്കുന്ന കാര്യമാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് സഭയുടെ ഉൾപ്രാവണം. ഒന്നുകൂടി പറഞ്ഞാൽ, ഈ വരുന്ന വർഷങ്ങളിൽ ഏതാനും ചില മാസങ്ങൾക്കകത്ത് സകല ലോകവും ഒരു ഞെട്ടലോടെ കാണുന്ന ഒരു മഹാസംഭവമാണ് സഭയുടെ ഉൾപ്രാവണം. പ്രൈസ് ഗോഡ്. ഇത് കേൾക്കുമ്പോൾ സന്തോഷത്തോടെയും ആർപ്പോടെയും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും കേൾക്കുവാനും അതിനൊരു മനസ്സൊരുക്കം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. ഇല്ല, അതിനെ ഒരു ഉത്കണ്ഠയോടെ നിങ്ങൾ കാണുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരുക്കമുള്ളവരല്ല. ഇതാണ് ദൈവത്തിൻ്റെ തിരുവചനം പ്രകാരം നമുക്ക് പഠിച്ചാൽ മനസ്സിലാകുന്നത്. കൂടുതൽ ദൈവവചനത്തിലേക്ക്, ദൈവവചന ചിന്തകളിലേക്ക് ഈ ടോപ്പിക് സംബന്ധിച്ച് പോകുവാൻ ഇന്ന് നമ്മുടെ സമയം അനുവദിക്കുന്നില്ലാത്തത് കൊണ്ട് ഇത്രയും പറഞ്ഞ് വേഗത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ കർത്താവിൻ്റെ വരവ് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ പഠിക്കാൻ ദൈവം നമുക്കിടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്നിച്ച് ഇന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ലോക സംഭവങ്ങൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഓർപ്പിക്കുന്നു. നാം വളരെ അലേർട്ടാകാൻ, വിജിലൻ്റ് ആകാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: സംഭവിക്കുവാൻ ഉള്ളതിൽ നിന്നൊക്കെയും ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിനും സദാസമയവും ഉണർന്നും ജാഗരിച്ചു കൊണ്ടിരിക്കും. ഇത് നമ്മുടെ കാലഘട്ടത്തിൽ നാം ഏറ്റെടുക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമായ ഒരു ദൂതാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ടതിന് ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. യോഹന്നാൻ ഒരിക്കൽ പറഞ്ഞതുപോലെ, ആമേൻ കർത്താവേ, വേഗം വരേണമേ എന്ന് സന്തോഷത്തോടും കാത്തിരിപ്പോടും കൂടെ പറവാൻ ദൈവം നമുക്കിടയാക്കട്ടെ. നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മടങ്ങിവരവിനെക്കുറിച്ചും സഭയുടെ ഉൾപ്രാവണത്തെക്കുറിച്ചും കൂടുതൽ തിരിച്ചറിവുള്ളവരാകുവാനും അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ കൂടുതൽ വിജിലൻ്റ് ആകുവാൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ, ഞങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ നാളെ സമീപിക്കുന്നു എന്നുള്ള തിരിച്ചറിഞ്ഞ് തലപൊക്കി നോക്കുവാൻ കർത്താവ് ഞങ്ങൾക്കിടയാക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുകയും ലോകത്തിനു മുമ്പിൽ ക്രിസ്തുവിൻ്റെ സാക്ഷ്യപത്രങ്ങളാകുകയും ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ തിരുവചന ഭാഗങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം. തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.
ആമേൻ. കർത്താവിൻ്റെ കൃപ നാം എല്ലാവരോടും കൂടി ഇരിക്കട്ടെ. കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. പുതിയ ചിന്തകളുമായി അടുത്തൊരാഴ്ച നമുക്ക് വീണ്ടും കാണാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ലവ് യു ഓൾ. ഗോഡ് ബ്ലെസ് യു.